Hi everyone, I'm Pravina from Ernakulam. ഞാൻ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൊറോണയുടെ ടൈമായി. അപ്പോൾ മുന്നോട്ട് എന്ത് പഠിക്കും അല്ലെങ്കിൽ എന്തിനു പോകും എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് MBA MCOM അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് കൊറോണയൊക്കെ വന്നു. അപ്പോൾ ഒന്നിനും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി. അങ്ങനെ പിന്നെ ഞാൻ PDCFA എന്നൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞ് ജോലിക്ക് കയറുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മാസ്റ്റേഴ്സ് എന്തെങ്കിലും എടുക്കണം എന്നുള്ളൊരു ചിന്തയെ വിട്ടുപോയി. പിന്നെ ഇങ്ങനെ ഒരു ദിവസം പത്രം നോക്കിയപ്പോഴത്തേക്കും MBAയുടെ അഡ്മിഷൻ എടുക്കുന്ന കാര്യം ഇങ്ങനെ പത്രത്തിൽ കണ്ട്. അങ്ങനെ എന്നാൽ MBA ചെയ്യാമെന്നുള്ള ചിന്തയിലിരിക്കുമ്പോഴത്തേക്കാണ് ജസ്റ്റ് ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കിനും ലാൻഡ്വൈസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം കാണുന്നത്. ജസ്റ്റ് ഞാനിങ്ങനെ കോൺടാക്ട് ചെയ്ത് നോക്കാമെന്നുള്ളൊരു ഇതിൽ ഇരുന്നപ്പോഴത്തേക്കും കോണ്ടാക്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഒട്ടും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു ഇതായിരുന്നു. കാരണം ഇപ്പോൾ ഒത്തിരി സ്കാം ഒക്കെ നടക്കുന്നതല്ലേ, അപ്പോൾ എന്തായിത്തീരും എങ്ങനായിത്തീരും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അവിടുത്തെ മാം എന്നെ കോണ്ടാക്ട് ചെയ്ത് അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു 2 days കഴിഞ്ഞ് അഡ്മിഷൻ കൺഫേം ആക്കാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വിളിക്കുമ്പോഴും എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അഡ്മിഷൻ എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. അപ്പോൾ 2 മൈൻഡായിട്ടാണ് ഞാൻ നിന്നെ വേണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ. അപ്പോൾ രണ്ടും കൽപ്പിച്ചെടുക്കാമെന്നൊരു ചിന്തയിൽ ഞാൻ അഡ്മിഷൻ കൺഫേം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് മെൻറ്ററിൽ നിന്നുള്ള കോളൊക്കെ വന്നു. മാം നല്ലൊരു മാമാണ്, ഹാനി മാം. നല്ല നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാം കൊണ്ടും മാം അടിപൊളിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആളെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ആളുടെ പേഴ്സണാലിറ്റിയും ഫോൺ വിളിയിലൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് എന്നെ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഓറിയൻറ്റേഷൻ പ്രോഗ്രാമൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി, അതിൽ വിന്നറാകാൻ പറ്റി. അതൊക്കെ തന്നെ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ലാൻഡ്വൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. എല്ലാം നല്ല പക്കയായിട്ട് പോകുന്നൊരു സിസ്റ്റമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അടിപൊളിയാണ്. IGNOU എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ആദ്യം ഒരു നെഗറ്റീവ് ഫീലാണ് തോന്നി. എന്തായിരിക്കും സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ, അല്ലെങ്കിൽ എക്സാമിൻ്റെ കാര്യത്തിൽ കോളേജിൽ പോയി എക്സാം എഴുതുമ്പോഴത്തേക്കും നമ്മളെ ടീച്ചേഴ്സ് ഗൈഡ് ചെയ്ത് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരിക. അങ്ങനെ ഭയങ്കര ഒരു കൃത്യമായ ഗൈഡൻസിലായിരുന്നു കൊള്ളുന്നത്. ഇതിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കും, എന്തായിത്തീരും, പൈസ പോകുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഫസ്റ്റ് വന്നത്. പക്ഷെ ലാൻഡ്വൈസിൽ വന്നു കഴിയുമ്പോഴത്തേനും അതൊക്കെ മാറി. നമ്മൾ വെർച്വലായിട്ടാണെങ്കിലും ഒരു കോളേജിലിരിക്കുന്ന അതേ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് പഠിക്കുന്നതിലൂടെ. പിന്നെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ്റെ കുറവുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ലാൻഡ്വൈസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും. എന്തായിത്തീരും, എങ്ങനെയാവും, വീഡിയോസൊക്കെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു ഇപ്പം തോന്നുന്നത്. മെൻറ്റർ അടിപൊളിയാണ്. പിന്നെ പഠനത്തിൽ മുന്നോട്ട് വലിയൊരു കരുത്ത് ലാൻഡ്വൈസിൽ കിട്ടുന്നുണ്ട്. നല്ല എൻകറേജ്മെൻ്റ് ആണ് ചെയ്യുന്നത് ലാൻഡ്വൈസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. കാരണം കുട്ടികളുടെ എല്ലാ കാര്യത്തിലും നല്ല രീതിക്ക് അവരെ സപ്പോർട്ട് ചെയ്യും, അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ചെയ്യുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. വിജയം നേടാനവരേക്കാൾ ആദ്യം ആത്മവിശ്വാസവും ശരിയായ മാർഗനിർദ്ദേശമാണ് ആവശ്യം. എനിക്ക് ലാൻഡ്വൈസിലൂടെ മനസ്സിലാക്കി തന്നു.